കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ തമിഴ് സിനിമയിൽ പലതും സംഭവിച്ചു. രജനിയും കമലും കാലുറപ്പിച്ചു. വിജയകാന്തും സത്യരാജും ശരത് കുമാറും സൂപ്പർ താരങ്ങളായി ബോക്സ് ഓഫീസ് ഭരിച്ചു. താരങ്ങളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്തിടത്ത് 80കളിലെ ഒരു പകലിൽ ഒരു പയ്യൻ തൻ്റെ വരവറിയിച്ചു. വലിയ ഓളമൊന്നും ഉണ്ടാക്കാത്ത ഒരു ചെറിയ വരവ്. പിന്നെ നടന്നത് ചരിത്രം. തൻ്റെ മുൻഗാമികളെയും കൂടെയുള്ളവരുടെയും തലക്ക് മീതെ അവൻ പറന്നു. അവൻ്റെ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിന് ശരിക്കും തീയിട്ടു. തെന്നിന്ത്യയും കടന്ന് അവൻ്റെ സിനിമക്കായി കാത്തിരിക്കുന്നവരുടെ ഒരു കൂട്ടമുണ്ടായി. കേരളത്തിൽ പോലും അയാൾ ബോക്സ് ഓഫീസ് കിങ് ആയി. ജോസഫ് വിജയ് ചന്ദ്രശേഖർ. ഗോട്ടിൻ്റെ തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതായത് മറ്റൊരു താരത്തിനും സ്വപ്നം കാണാൻ പറ്റാത്ത സ്വീകാര്യതയാണ് വിജയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അത് സ്ക്രീനിന് പുറത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടിയാണ് സാധ്യമാവുന്നത്. അയാളെ മലയാളികൾ വിളിക്കുന്നത് പോലും കേരളത്തിൻ്റെ ദത്തുപുത്രൻ എന്നാണ്. വിജയ് സിനിമകളുടെ കേരളത്തിൻ്റെ റിലീസ് സമയം പോലും ആഘോഷമാണ്. അടുത്ത കാലത്ത് മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിനും കിട്ടാത്ത ഗംഭീര വരവേൽപ്പുകൾ. എങ്ങനെയാണ് അയാൾ മലയാളിക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടവനായത്? ലിയോ തന്നെയാണ് അവസാനത്തെ ഉദാഹരണം. ചിത്രത്തിന് കേരളത്തിൽ ആദ്യ ദിനത്തിൽ 480 ഫാൻ ഷോകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ കളക്ഷൻ്റെ കുതിപ്പ് തകർക്കാൻ ഇതുവരെ മറ്റൊരു ചിത്രത്തിനുമായിട്ടില്ല. എത്രയാണെന്നോ 12 കോടിയാണ് കേരള ബോക്സ് ഓഫീസ് നൽകിയത്. വമ്പൻ റിലീസുകൾ പലത് വന്നിട്ടും ഒരു മലയാള സിനിമയ്ക്ക് അതിൻ്റെ അടുത്തുപോലും എത്താനായിട്ടില്ല. അവിടെ തീർന്നോ? ഇല്ല. ലിയോ കേരള ബോക്സ് ഓഫീസിൽ ആകെ വാരിയത് 60 കോടിയാണ്. അതായത് മിക്സ്ഡ് റിവ്യൂ വന്നിട്ട് പോലും അയാൾ അക്ഷരാർത്ഥത്തിൽ ഒരു ബോക്സ് ഓഫീസ് കിങ് തന്നെയാണ്. അച്ഛൻ്റെ കൈപിടിച്ചാണ് വിജയ് സിനിമാ പ്രവേശനം നടത്തിയതെങ്കിൽ കൂടി അയാൾ കാലുറപ്പിച്ചത്, കുതിച്ചത് അതിവേഗത്തിലായിരുന്നു. അതായത് സ്വന്തം വഴിവെട്ടി അതിർത്തികൾ കടന്ന് ഭരിക്കുന്ന തമിഴനായി വിജയക്കൊടി നാട്ടി. പൂവേ ഉനക്കാകെയാണ് സംവിധായകൻ്റെ മകൻ ഇമേജിൽ നിന്ന് വിജയ് ഒരു ഹീറോയാക്കി മാറ്റിയത്. പതുക്കെ തൻ്റെ മൈനസുകളെ അയാൾ പ്ലസ് ആക്കി മാറ്റി. തുടർച്ചയായി റൊമാൻറ്റിക് സിനിമകളിൽ നായകനായി അയാൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. മുൻനിര നായകന്മാർക്കിടയിൽ സ്ഥാനമുറപ്പിച്ചപ്പോൾ കേരളത്തിലും വിജയ് എന്ന താരം ആരാധകരെ ഉണ്ടാക്കി. 2000-ന് ശേഷം ഖുഷി, പ്രിയമാനവളെ, ഫ്രണ്ട്സ് തുടങ്ങിയ ചിത്രങ്ങളുടെ ഹാട്രിക് വിജയം ഇത് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. മലയാളിക്ക് തമിഴ്നാടിനോടും തമിഴ് സിനിമകളോടും ആദ്യമേ അടുപ്പമുണ്ടായിരുന്നു. തമിഴ് ഗാനങ്ങൾ നമ്മുടെ പാട്ടുകൾ എന്ന രീതിയിൽ തന്നെയാണ് അന്നും കേട്ടുകൊണ്ടിരുന്നത്. MGR, ശിവാജി ഗണേശൻ, കമലഹാസൻ, രജനികാന്ത് തുടങ്ങിയവരോടും അവരുടെ സിനിമകളോടും പരമ്പരാഗതമായി മലയാളികൾക്ക് പ്രത്യേക ആരാധന ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പീക്കിലാണ് നിലവിൽ വിജയ് എന്ന താരമുള്ളത്. അതായത് 2000 ആണ്ടോടെ വിജയ് മാസ് ഹീറോയായി പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രം കൂടിയതല്ല ഇവിടുത്തെ ആരാധക വൃന്ദം. 1999 പുറത്തിറങ്ങിയ തുള്ളാത്ത മനവും തുള്ളു എന്ന വിജയ് ചിത്രം കൊച്ചിയിലെ പത്മ തിയേറ്ററിൽ 100 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുകയുണ്ടായി. ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ച സ്വീകാര്യത കണ്ട് സംവിധായകൻ S7 പോലും അത്ഭുതപ്പെട്ടിരുന്നു. ചിത്രത്തിലെ പാട്ടുകൾ മലയാളി വർഷങ്ങളോളം മൂളിക്കൊണ്ട് നടന്നു. ഖുഷിയും ഗില്ലിയുമെല്ലാം ഇവിടുന്ന് പണം വാരിപ്പോയി. എന്നാൽ 2007 കളി മാറി. അതിന് തുടക്കമിട്ടത് പോക്കിരിയാണ്. അതൊരു ഒന്നൊന്നര വരവായിരുന്നു. സകലതും തൂക്കിയുള്ള പോക്കിരി പൊങ്കൽ. 100 ദിവസത്തിലധികം പ്രദർശിപ്പിച്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് 7 കോടിക്ക് മുകളിലാണ്. ചെറിയ പരാജയങ്ങൾക്ക് ശേഷം 2011 വേലായുധത്തിലൂടെ കേരള ബോക്സ് ഓഫീസിനെ പിന്നെയും കത്തിച്ചു വിജയ്. അതായത് ആ ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്ന് പോലും ലഭിക്കാത്ത സ്വീകാര്യത കേരളം നൽകി. പിന്നാലെ തുപ്പാക്കി 10 കോടിയാണ് നൽകിയത്. കത്തിയും സർക്കാരും ബിഗിലും മാസ്റ്ററും ബീസ്റ്റും വാരിസും ലിയോയും കേരളത്തിലെ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി. 2000-ന് ശേഷം വിജയുടെ സ്റ്റാർഡത്തോട് കിടപിടിക്കുന്ന ഒരു യുവതാരം ആ കാലയളവിൽ മലയാളത്തിൽ ഇല്ലാത്തതും വിജയുടെ ജനപ്രീതിക്ക് കാരണമായിട്ടുണ്ട്. നൃത്തവും ആക്ഷനും കൊണ്ട് യുവ സിനിമാ പ്രേക്ഷകരിൽ അദ്ദേഹം ഒരു സ്ഥാനം കണ്ടെത്തി. ഗില്ലിയും തിരുപ്പാച്ചിയും ശിവകാശിയും പോക്കിരിയും മലയാളി ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത സമയം കൂടിയായിരുന്നു അത്. മേക്കിങ്ങിൽ മലയാളത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചിത്രങ്ങളുമായി തമിഴ് കേരള ബോക്സ് ഓഫീസിലെത്തിയ കാലം കൂടിയായിരുന്നു അത്. അതായത് ചെറിയ സ്കെയിലിൽ മാത്രം നിർമ്മിക്കപ്പെട്ടിരുന്ന മലയാള സിനിമകൾക്കിടയിലാണ് ബിഗ് ക്യാൻവാസിൽ ചിത്രങ്ങളുമായി വിജയ് എത്തിയത്. ഇത് വിനോദത്തിൻ്റെ മറ്റൊരു തലം മലയാളിക്ക് മുന്നിൽ തുറന്നിട്ടു. അവർ പോലും അറിയാതെ രക്ഷകനായി, മാസ് ഹീറോയായി വിജയ് ഹൃദയത്തിൽ കുടിയേറി. വിജയ് എന്ന പേര് കേരളത്തിലുണ്ടാക്കിയ ജനപ്രീതിക്ക് മറ്റൊരു കാരണം ടെലിവിഷനാണ്. മലയാളം ചാനലുകൾ പ്രൈം സ്ലോട്ടുകളിൽ പോലും ഡബ്ബ് ചെയ്തതും അല്ലാത്തതുമായ തമിഴ് സിനിമകൾ സ്ഥിരമായി സംപ്രേഷണം ചെയ്യുന്നത് കാണാം. അതായത് അങ്ങനെ ചെയ്യുന്ന ഏക പ്രാദേശിക വ്യവസായം കൂടിയാണ് മലയാളം. മറ്റൊന്ന്, വിജയ് സിനിമകളിലെ ഗാനങ്ങൾ മലയാളിക്ക് പ്രിയമായതാണ്. സ്കൂൾ കോളേജുകളിൽ അവ ഭരിച്ചു. കേരളത്തിൽ തിയേറ്ററുകളിൽ രാവിലെ 9 മണിക്ക് റിലീസ് ചെയ്യുന്ന രീതിക്ക്
വിജയ് സിനിമ വിതരണത്തിനെടുത്തവരാണ് തുടക്കമിട്ടത്. പിന്നീട് ഇത് മലയാള സിനിമയും അനുകരിക്കാൻ തുടങ്ങി. തികഞ്ഞ മലയാളി വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജ്യേഷ്ഠനായി, അവരുടെ അണ്ണനായി കാണുന്ന ഒരാളാണ് വിജയ്. അതായത് വൈകാരികമായ ഒരു അടുപ്പം ആ താരത്തോട് മലയാളി ആരാധകർക്കുണ്ട്. മുൻപ് തമിഴരെ കളിയാക്കി പറഞ്ഞിരുന്ന കാര്യമാണിത്. വിജയ് മലയാളിക്ക് പ്രിയപ്പെട്ടവനാവാൻ മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ റീമേക്കുകളിൽ നായകനായി അയാൾ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വിജയക്കൊടി പാറിക്കുന്നുണ്ടായിരുന്നു. അതിൽ മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് കാതലിക്ക് മര്യാദ. മലയാളത്തിൽ 1997 പുറത്തിറങ്ങിയ അനിയത്തി പ്രാവ് എന്ന സിനിമയുടെ റീമേക്കായിരുന്നു ഇത്. ഫാസിൽ തന്നെയാണ് ചിത്രം തമിഴിലും സംവിധാനം ചെയ്തത്. മറ്റൊന്ന് ഫ്രണ്ട്സിൻ്റെ റീമേക്കാണ്. അതേ പേരിൽ തന്നെയാണ് സിദ്ദീഖ് തമിഴിലും ചിത്രമൊരുക്കിയത്. വിജയ്ക്കൊപ്പം ചിത്രത്തിൽ സൂര്യയും ഉണ്ടായിരുന്നു. ചിത്രം തമിഴ്നാട്ടിൽ വൻ വിജയമായി. ദിലീപ് നായകനായി മലയാളത്തിലെടുത്ത ബോഡിഗാർഡ് ചിത്രം കാവലൻ എന്ന പേരിലാണ് തമിഴിലെടുത്തത്. സിദ്ദീഖ് തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെയും സംവിധായകൻ. കള്ളക്കുറിശി ഇങ്ങനെ തേങ്ങുമ്പോൾ ഞാൻ പിറന്നാൾ ആഘോഷിക്കുന്നത് ശരിയല്ല. സ്ക്രീനിൽ മാത്രമല്ല, പുറത്തെ നിലപാടുകൾ പലതുകൊണ്ടും അയാൾ ഹൃദയമങ്ങ് കീഴടക്കും. ലൊക്കേഷനുകളിൽ തന്നെ കാത്തു നിൽക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് എത്ര ക്ഷീണിതനായാലും നേരം വൈകിയാലും അയാൾ എത്തി അഭിവാദ്യം ചെയ്യും, സെൽഫി എടുക്കും. തങ്ങളുടെ ആരാധ്യ പുരുഷനെ മുന്നിൽ കണ്ട ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുന്ന ആരാധകർക്ക് തൻ്റെ സാമീപ്യം നൽകുന്ന സന്തോഷം അയാൾ മനസ്സിലാക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, എൻ നെഞ്ചിൽ കുടിയിരിക്കും മക്കൾക്കായി.